Good afternoon. Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. Okay. ഇന്ന് സൈൻ ഇൻ ആരാണ്? സോറി, പ്രയർ ആരാണ്? പ്രയർ ഞാനാണ് മിസ്സേ. Hands together now I stand and my little prayer I say, God be with me all the days. This is what I pray. Make me gentle in my way, kind in all I do and say, helping others as I may. This is what I pray. Thank you, Miss. Thank you. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോറി പറഞ്ഞ് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കാണാനുണ്ടോ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ? ഇഷ്ടാണോ? അതൊന്നും പറയാ. പറഞ്ഞു തരാം. ഇതെന്താ കാണേണ്ടത്? ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് മിസ്സേ. ഇതെന്താണ്? എന്താണിത്? രണ്ട് സ്മൈലി അല്ലേ? ഹോളുള്ള മൺകുടം, ഹോളില്ലാത്തതും. രണ്ട് കുടങ്ങളാ, രണ്ട് മൺകുടങ്ങളാണിത്. രണ്ട് മൺകുടങ്ങള്. ഈ രണ്ട് മൺകുടങ്ങളുടെയും പ്രത്യേകത എന്താന്ന് മനസ്സിലായോ? ഒരു കുടത്തിന് ഒരു ഹോൾ ഉണ്ടല്ലേ? ഒന്ന് പൊട്ടാത്ത നല്ലൊരു മൺകുടാണ്. അപ്പൊ ഈ രണ്ട് മൺകുടങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഇത് ആരുടെ ആയിരുന്നു ഈ മൺകുടങ്ങൾ എന്നറിയോ? ഇത് രാമയ്യ എന്ന് പറഞ്ഞൊരു കർഷകന്റെ കുടങ്ങളാണ്. ആരുടെ എന്നറിയോ? കർഷകൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആരാ കർഷകൻ എന്ന് പറഞ്ഞാല്? ആരെങ്കിലും കേട്ടിക്കണോ കർഷകൻ എന്നുള്ള വാക്ക്? കൃഷി വെരി ഗുഡ്. കൃഷി ചെയ്യുന്ന ആളെയാണ് നമ്മൾ കർഷകൻ എന്ന് വിളിക്കുക. അപ്പൊ രാമയ്യ എന്ന് പറയുന്ന കർഷകന്റെ രണ്ട് മൺകുടങ്ങളാണ് ഇത്. അപ്പൊ പണ്ട് നമ്മളെ രാമയ്യ വളരെ അധ്വാനായിട്ടുള്ള ഒരു കർഷകൻ. അപ്പൊ അദ്ദേഹം രണ്ട് മൺകുടങ്ങളിൽ വെള്ളം ശേഖരിച്ചിട്ട് പോകുമായിരുന്നു. അപ്പൊ അദ്ദേഹം പുഴയിൽ ഇങ്ങനെ രണ്ട് മൺകുടങ്ങളിലും വെള്ളം കൊണ്ടുപോകുമ്പോ ഈ പൊട്ടാത്ത കുടല്ലേ, പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തിനോട് പറഞ്ഞേ, നീ പൊട്ടിയ കുടമാ, യജമാനന് നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നീ എപ്പോഴും നിന്റെ പൊട്ടിയ ഭാഗത്ത് കൂടെ വെള്ളം പോയിട്ട് അദ്ദേഹം നിറച്ച വെള്ളം ഒക്കെ പോവാണ് എന്ന് പറഞ്ഞു. ആര്? ഈ പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തിനോട്. അത് കേൾക്കുമ്പോ നമ്മളെ പൊട്ടിയ കുടത്തിന് എപ്പോഴും വിഷമം വരും കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാമയ്യ ഇങ്ങനെ പുഴയിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ട് പോവുക, രണ്ട് കുടങ്ങളിലും വെള്ളം നിറച്ച് പോവുക. അപ്പൊ ഈ പൊട്ടിയ കുടം എന്താ പറഞ്ഞ രാമയ്യനോടെന്നറിയോ? യജമാന, എന്നെ മാറ്റി അങ്ങ് പുതിയൊരു കുടം വാങ്ങിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ ഈ മൺകുടം അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചു യജമാനൻ. രാമയ്യ വിചാരിച്ചു, എന്താ ഈ മൺകുടം എങ്ങനെ പറഞ്ഞു? അപ്പൊ മൺകുടത്തിനോട് ചോദിച്ചു, അല്ലയാ മൺകുടമേ, എന്താ നീ അങ്ങനെ പറഞ്ഞത്? പുതിയ കുടം വാങ്ങാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഈ പൊട്ടിയ കുട രാമയ്യോട് പറഞ്ഞു, എന്റെ അങ്ങ് ശേഖരിച്ച വെള്ളം എല്ലാം എന്റെ പൊട്ടിയ ഭാഗത്ത് കൂടെ പോവുകയാണ്, എനിക്ക് അങ്ങയെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രാമയ്യ ചിരിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ആരാ പറഞ്ഞു നീ എന്നെ സഹായിക്കുന്നില്ലെന്ന്? ഈ ഭാഗത്ത് എത്ര പൂക്കളെ നിൽക്കണം, ഒക്കെ ഒന്ന് നോക്കി നോക്ക് പറഞ്ഞു. എന്താന്നോ? അപ്പൊ ഈ നമ്മുടെ പൊട്ടിയ കുടം ചുറ്റും നോക്കാട്ടോ. അപ്പൊ കണ്ടു ഒരുപാട് പൂക്കളാണ്. ചുവപ്പും റോസും നിറത്തിലുള്ള ചെമ്പരത്തി, റോസാപ്പൂവ്, ജമന്തി, അങ്ങനെ ഒരുപാട് പൂക്കൾ നിൽക്കുന്നതാണ് നമ്മുടെ പൊട്ടിയ കുടം കാണുന്നത്. അപ്പൊ നമ്മുടെ രാമയ്യ പറഞ്ഞു പൊട്ടിയ കുടത്തോട്, പൊട്ടിയ കുടമേ, ഈ പൊട്ടാത്ത കുടത്തേക്കാളും എന്നെ സഹായിക്കുന്നത് നീയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പൊട്ടിയ കുടത്തിന് നല്ല സന്തോഷായിട്ടോ. അപ്പൊ നമ്മുടെ പൊട്ടാത്ത കുടത്തിന് അപ്പൊ അപമാനം തോന്നി. കാരണം എപ്പോഴും കളിയാക്കല്ലേ, എപ്പോഴും പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തോട് പറഞ്ഞു, ക്ഷമിക്കണം ചങ്ങാതി, ഞാൻ നിന്നിലെ ദോഷവശങ്ങൾ മാത്രമേ കണ്ടുള്ളൂ, നിന്നിലെ നന്മ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഈ പൊട്ടിയ കുട എന്താ, ഈ പൊട്ടിയ ഭാഗത്ത് കൂടെ പോണ വെള്ളം കൊണ്ടാണ് അവിടെ ചെടികളും ഇതൊക്കെ വളർന്നത്. അത് ആര് ശ്രദ്ധിച്ചില്ല? നമ്മുടെ പൊട്ടാത്ത കുട ശ്രദ്ധിച്ചില്ല. പൊട്ടാത്ത കുട എപ്പോഴും പൊട്ടിയ കുടത്തിന്റെ ദോഷവശങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. അപ്പൊ നമുക്കും ഫ്രണ്ട്സ് ഉണ്ടല്ലേ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും കുറവുകൾ ഉള്ളവരും ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ കളിയാക്കാൻ പാടുണ്ടോ? ഒരാളെ കളിയാക്കണത് നല്ല സ്വഭാവമാണോ? അവരിൽ ദോഷവശങ്ങളല്ല നമ്മൾ കണ്ടത്, നമ്മൾ അവരിൽ നല്ല വശങ്ങൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എപ്പോഴെപ്പോഴും ഒരാളെ തളർത്തുമ്പോ അത് നല്ല കുട്ടികൾക്കുള്ള ശീലമല്ല കേട്ടോ. നല്ല കുട്ടികൾ ആരും കളിയാക്കൊന്നുമല്ല. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അപ്പൊ അവരുടെ കുറവുകൾ അനുസരിച്ച് അവരെ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക, നന്മകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു. ഈ സ്റ്റോറി ഇങ്ങനെയുള്ളത് ഞാൻ മോളുടെ അംഗൻവാടിയിൽ പറയാൻ വേണ്ടി പഠിച്ചതായിരുന്നു. അപ്പൊ കുറച്ചായി പറഞ്ഞിട്ടും പഠിച്ചിട്ട് പിന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം തെറ്റുണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കാം. താങ്ക് യു. സൂപ്പർ ആയിരുന്നോടാ. തോട്ട് ഓഫ് ദി ഡേ ആരാ പറയുന്നേ? തോട്ട് ഓഫ് ദി ഡേ ആരാ പറയുന്നേ? തോട്ട് ഓഫ് ദ ഡേ ഇല്ല മിസ്. ഇല്ലേ? ഞങ്ങൾ ഇപ്പോഴും ഓർഡർ എന്നുള്ള ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ ഓർഡറിലേക്ക് എത്തിയിട്ടില്ല. അതാ മിസ്സേ. ഓക്കെ, ക്ലാസ്സിലേക്ക് വരാം. നമ്മള് ടെൻഡൻസീസ് ഓഫ് മാൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു? എക്സ്പ്ലോറേഷൻ ഒരു ഓർഡർ, പറഞ്ഞത് റിഗ്രേഡിയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എക്സ്പ്ലോറേഷൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്നാൽ ഒന്നും കൂടി പറയാം. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യരിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് എന്ത്? എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത്. ഞാൻ ആഡ് ചെയ്തിട്ടില്ല അല്ലെ? ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാം? നമ്മുടെ നോളജ് എക്സ്പ്ലോർ ചെയ്യാം. മാക്സിമം ഇൻഫർമേഷൻ, നമ്മുടെ ചുറ്റുപാടുമുള്ള മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാം? എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ എൻവയോൺമെന്റിനുള്ള മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ എക്സാമ്പിൾ പറയാൻ നമ്മൾ കോഴ്സ് ചെയ്തപ്പോൾ മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ മാക്സിമം നമ്മുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ നോക്കുക? എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് അതാണ് എക്സ്പ്ലോറേഷൻ. ഇപ്പോ പഞ്ചായത്തിന്റെ വലിയൊരു സ്കീം കുറച്ച് നാളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടെ? നമ്മള് എന്താ പറയാ, ഒരുപാട് ഏജിലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, 60 ഇയേഴ്സിന് എബോ ഉള്ള സിറ്റിസൺസ് ഉണ്ടല്ലോ, സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മളുടെ മൊബൈൽ എങ്ങനെ യൂസ് ചെയ്യണം, മൊബൈലിലൂടെ എങ്ങനെ ഗൂഗിൾ പേ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ കോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലൊരു ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് അല്ല, എന്നാലൊരു ക്ലാസ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പഞ്ചായത്തിലുണ്ടോ അത്? ഉണ്ടായിരുന്നു മിസ്സേ, ഉണ്ടായിരുന്നല്ലേ? അപ്പോ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഫ്രീ ആയിട്ടാണ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഒരുപാട് ഏജിലായിട്ടുള്ള ഒരുപാട് വയസ്സായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മൊബൈലിനെ കുറിച്ചിട്ട് അത്യാവശ്യം നല്ല ധാരണ കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ഈ പറഞ്ഞ 60 വയസ്സിന് എബോ ഉള്ള ആൾക്കാരുടെ ഒക്കെ മക്കള് പുറത്താണ്, പുറത്ത് രാജ്യങ്ങളിലാണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ, അവർക്ക് വീഡിയോ കോൾ ചെയ്യാനും പേരക്കുട്ടികളെയൊക്കെ കാണാനും, അതേപോലെ അവർ അയക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ പൈസ നമുക്ക് ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻസ് നടത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് എക്സ്പ്ലോർ ചെയ്യണത് ഒരു ഏജ് വരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാതെ അങ്ങനെയൊന്നും അല്ല. എക്സ്പ്ലോർ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ എന്താണ് എന്ത് ചെയ്യുന്ന ആ നിമിഷം വരെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളൊരു യാത്രകൾ പോകുന്നു, അതെന്തിനു വേണ്ടിയിട്ടാ? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഒരുപാട് സ്ഥലങ്ങളിലെ ഫുഡ് കഴിക്കാൻ, ടേസ്റ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജേർണി എക്സ്പ്ലോർ ചെയ്യുന്നു, അവിടുത്തെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യുന്നു, പല രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാ. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ് സഞ്ചാരം. നിങ്ങൾ കാണാറുണ്ടോ?
പേഴ്സൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാൻ കാണുമായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് പുറത്ത് രാജ്യങ്ങളിൽ നമുക്ക് പോകാനുള്ള ഇതൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഫുഡിങ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഏത് വഴിയാണ്, സഞ്ചാരം എന്ന് പറയണ പ്രോഗ്രാം വഴിയെ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കാണാനൊക്കെ. ആ പ്രോഗ്രാം ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടേയിരിക്കും. വെച്ചാൽ ആ ഒരു സ്ഥലത്ത് കൾച്ചർ, അവിടുത്തെ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കൾച്ചർ മാത്രമേ സന്തോഷ് ജോർജ് കുളങ്ങര. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 90s-ലോ 80s-ലോ എങ്ങാണ്ടുമാണ്, അല്ലെങ്കിൽ 90s-ലാണ്. ഇന്നത്തെ തലമുറയിലെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ യാത്രകൾക്ക് സഞ്ചരിക്കുക, അല്ലെ എന്താ പറയാ, കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ 90s-ൽ ഒരു കുട്ടി അല്ലെങ്കിൽ 80s-ൽ ഒരു കുട്ടി പോയിട്ട് അവരുടെ പാരന്റ്സിനോട് പറയാണ്, ഇനി ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്, ഇത് ഒരുപാട് യാത്രകൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അച്ഛൻ സപ്പോർട്ട് ചെയ്തു. നീ എവിടാന്ന് വെച്ചാൽ പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള അത്ര കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. കാരണം എന്താ, അദ്ദേഹത്തിന് അറിയായിരുന്നു, അദ്ദേഹത്തിന് അറിയായിരുന്നു ലോകം ഇതല്ല, ഇതിനപ്പുറം ഒരുപാടുണ്ട്, ഇത് മക്കള് എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളും എന്ത് ചെയ്യാം, മാക്സിമം യാത്രകൾ പോകാം, കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. സോ നല്ലൊരു പ്രോഗ്രാമാണ്. നിങ്ങളും സമയം പോലെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. നമ്മള് ആ ഒരു എന്താ പറയാ, ആ ഒരു കാര്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത പോലെ വ്യക്തമായിട്ട് നമുക്കത് പറഞ്ഞു തരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാണ്. അപ്പോ ഈ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളൊരു ഓർഡറിലാക്കുകയാണ്, ഓർഡറിൽ മാനർ ആക്കുകയാണ്. നമ്മൾ ആ കോഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സോ നമ്മൾ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓർഡറിലാക്കാൻ തുടങ്ങി. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്കില്ല. നമ്മൾ എന്താ പറഞ്ഞ പ്രയർ, സൈൻ ഇൻ, തോട്ട് ഓഫ് ദ ഡേ. അങ്ങനെ പറഞ്ഞപ്പോൾ തോട്ട് ഓഫ് ദ ഡേയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല മിസ്സേ. അപ്പൊ മനസ്സിലായി, ആ ഓർഡറിലേക്ക് നിങ്ങൾ അങ്ങനെ എത്തിയിട്ടില്ല. കുഴപ്പമില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ ഓർഡറിലേക്ക് എത്തണം, നെക്സ്റ്റ് ക്ലാസ് മുതലെങ്കിലും. അപ്പൊ നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻ ഒരു നല്ല രീതിയിൽ, ഒരു നല്ല ഓർഡർ ആക്കുക, നല്ല സിസ്റ്റമാറ്റിക് മാനറിലേക്ക് അത് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ചിലവർ അത് നോട്ട്, ആ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും, നമ്മുടെ ഡയറീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോട്ട് ചെയ്ത് വെക്കും. ചിലവർ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യും. പിന്നെ ഇപ്പൊ ന്യൂ ബോൺ ബേബി ആണെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു കുട്ടി ജനിക്കുമ്പോ എന്താണ്, അധികം എക്സ്പ്ലോറേഷൻ ഇല്ല. കാരണം എന്താണ്, അവന്റെ വേൾഡ് വളരെ ചെറുതാണ്. നമ്മൾ കാണുന്ന നമ്മളുടെ വേൾഡിനേക്കാളും വളരെ ചെറുതാണ് അവന്റെ വേൾഡ് എന്ന് പറയുന്നത്. സോ അവന്റെ എക്സ്പ്ലോറേഷൻസ് ലിമിറ്റഡ് ആണ്. സോ അവർ എന്ത് ചെയ്യണത്, എക്സ്പ്ലോർ ചെയ്യണത് എങ്ങനെയാണ്, അവര് സൗണ്ട്, ചെറിയ സൗണ്ടുകൾ, അത് കാണുന്ന കാഴ്ചകൾ, നമ്മൾ കളേഴ്സ് ഒക്കെ കാണുമ്പോൾ അവർ ഭയങ്കര അത്ഭുതത്തോട് നോക്കും. അങ്ങനെ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്. അതേ ഈ എക്സ്പ്ലോറേഷൻ വഴിയാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അവരുടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, കൂടി വരും. ഓക്കെ, എക്സ്പ്ലോറേഷൻ എങ്ങനെയാണ്, കുട്ടികളിൽ കാണുന്നു, അതേപോലെ കേൾക്കുന്ന കാര്യങ്ങൾ, അതേപോലെ ടച്ച് ചെയ്ത് തൊട്ട് നോക്കി മനസ്സിലാക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ടെൻഡൻസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ഡെവലപ്പ് ചെയ്യാണ്, കുട്ടികളിലെ നാച്ചുറലി ഡെവലപ്പ് ചെയ്യാണ്. ജനിച്ച് ഉടനെ തന്നെ അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ ഒരു കുട്ടി വലുതാകുന്ന ആ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവരിൽ ഈ എക്സ്പ്ലോറേഷൻ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാൻ, നാച്ചുറലി ഡെവലപ്പ് ചെയ്യാണ്. ചില വസ്തുക്കളെ കാണുമ്പോൾ അവർ അവരുടെ വേർഡ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചില ജീവികളെ കാണുമ്പോൾ അവർ പറയും. ഇപ്പൊ എന്റെ മോൻ ഇളയാള് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൻ ആദ്യം തുടങ്ങിയ സമയത്ത് അവൻ പല്ലിനെ കാണുമല്ലോ, പല്ലിനെ കാണുമ്പോൾ അവൻ അബി എന്നാ പറഞ്ഞിരുന്നത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പല്ലിനെ കാണുമ്പോൾ പിന്നെ അബി എന്ന് പറയണേ. ഞാൻ അവിടെയൊക്കെ ചുറ്റും നോക്കി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴും അവിടെ ഒരു പല്ലി മാത്രമേ നിൽക്കണുള്ളൂ. വീട്ടിൽ പിന്നെ ഒരു ദിവസം കാണിച്ചപ്പോഴും അവൻ പറയണ അബി എന്ന്. ഞാൻ പറഞ്ഞ അല്ല, പല്ലി എന്ന് പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല. അവൻ പറയണത് ഇപ്പോഴും അബി എന്നാണ്. പല്ലിനെ കാണുമ്പോൾ അവന്റെ ലാംഗ്വേജിൽ അവൻ എക്സ്പ്ലോർ ചെയ്തു അത് എന്താണ്, അബിയാണെന്ന്. ഞങ്ങൾ ഇപ്പോഴെന്ന് പറയും, ആദ്യം അബി എന്ന് പറയും. അപ്പൊ ആ ഒരു വേർഡ് അവൻ മനസ്സിലാക്കാണ്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അവൻ എന്ത് ചെയ്യാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വഴി അവൻ എന്ത് ചെയ്യണം, അവന്റെ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യണം. അങ്ങനെ അക്യൂർ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, നമ്മൾ നല്ല കോൺഫിഡൻസ്, കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞ അടുത്ത പോയിന്റ് എന്തായിരുന്നു, എക്സ്പ്ലോറേഷന്റെ ഓർഡർ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഗ്രിഡ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളെല്ലാവരും അതെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അല്ലെ, ഞാൻ അടക്കം അതെ, എനിക്കും ഒരു ഗ്രൂപ്പായിട്ടിരിക്കുന്നത് ഇഷ്ടം. ഫുഡ് ഞങ്ങളിവിടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു ടേബിൾ ചുറ്റും വന്നിരുന്നു നല്ല ഫുഡ് കഴിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ, കുട്ടികൾ എങ്ങനെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ ലാംഗ്വേജിലല്ലേ ഫസ്റ്റ് സ്റ്റേജസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ.
ആദ്യത്തെ ലാംഗ്വേജ് നമുക്ക് ഞാനിപ്പോ പറഞ്ഞ പോലെ എനിക്ക് അറിഞ്ഞോടായിരുന്നു അബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന പല്ലി എന്നാണ്. അവർ ചില വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അവർ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കില്ല നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ മുറിഞ്ഞ് ഒരു സെന്റൻസ് ഒക്കെ പറയുന്നത് ഇപ്പൊ അവനൊരു സെന്റൻസ് ഒക്കെ കൂട്ടി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പറയുള്ളൂ. നമ്മളത് എന്ത് ചെയ്യണം, മുഴുവിച്ചെടുക്കണം. കുട്ടികൾ അങ്ങനെയാ, എല്ലാം കറക്റ്റ് ആയിട്ടല്ല, എന്നാലും കുറച്ച് പറഞ്ഞ് കൂട്ടി ഒരു സെന്റൻസ് കേട്ടാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളെല്ലാവരും അതെ ഗ്രൂപ്പിലിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരുപാട് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിക്കണേ നിങ്ങളുടെ കൂട്ടത്തില്? റിഷാന. ഭയങ്കര സംസാരല്ലേ? നല്ലതാട്ടാ. നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്കും എന്താണ് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ലാംഗ്വേജ്. അപ്പൊ കുട്ടികള് ഈ എന്താ പറയാ ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് വഴി അവരെന്ത് ചെയ്യണം, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രോപ്പർ ആവാണ്. അവരുടെ ഫീലിങ്സ്, അവരുടെ ആ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ അവർ നമ്മളോട് എന്ത് ചെയ്യാൻ ലാംഗ്വേജ് വഴിയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അവരുടെ കമ്മ്യൂണിക്കേഷൻ കണക്ട് വിത്ത് ദ വേൾഡ്. കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ വേൾഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. എന്താണ് അവർ കണ്ടത്, അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്, അവരെന്താണ് എക്സ്പ്ലോർ ചെയ്തത്, അത് നമ്മളോട് ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഒരു കഥ പറഞ്ഞുതരാണ്, അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോയ വിവരണം പറഞ്ഞുതരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി, ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് യാത്ര പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് കഥ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലേ? അപ്പൊ അതേപോലെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ എന്താണ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കമ്മ്യൂണിക്കേഷൻ വരെ പറഞ്ഞു. ഇനി അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി ആണ്. നമ്മൾ കാര്യങ്ങൾ ജനറലൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നമ്മള് എന്താണ് വെള്ളപ്പൊക്കം വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഫ്ലഡ് 2018 വന്നത് ഓർമ്മയുണ്ടാവും. 2018 വന്ന വെള്ളപ്പൊക്കം ഞങ്ങളുടെ ഈ ഭാഗത്ത് ഒരുപാട് എഫക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലൊക്കെ ഒരു സെൻസൈഡ് പൊക്കം വെള്ളം മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലാതെ എന്താ പറയാ, വീട്ടിൽ നിന്ന് ഒരു സാധനം ഇട്ടല്ലോ, ഡ്രസ്സ് ഒന്നുമില്ല, ഇട്ട വേഷവും പിന്നെ കയ്യിലുണ്ടായിരുന്ന മരുന്നും ഫോണും പിന്നെ എന്തോ കുറച്ച് തുണി എന്തായാലും ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോയത്. ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് തൃശ്ശൂർ ഭാഗത്തേക്ക്, പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ അങ്ങനെയുള്ള ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങള് പാറൂർക്ക് തന്നെയാണ് പോയത്. പക്ഷെ നമുക്ക് ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് അവിടെ ഒരു വിഷമം തോന്നിയില്ല. അവിടെ ഉള്ളവരെല്ലാവരും നമ്മളെ പോലെ തന്നെ ആൾക്കാരാണ്. ഇതേപോലെ പെയ്ത് വെള്ളം നമുക്ക് ആ ക്യാമ്പാണെന്നോ അല്ലെങ്കിൽ വിഷമമുണ്ട് എന്നാലും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് എല്ലാവരും ഒരുമിച്ച് ഒരു ജനറലൈസ് ആയിട്ടായിരുന്നു നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിൽ വേർതിരിവോ അങ്ങനെ ഒന്നുമില്ല. ഞാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 2018 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നമ്മള് ചില ഫുഡുകളൊന്നും കഴിക്കില്ല. പക്ഷെ ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ ഒന്നുമില്ല. അവിടെ കിട്ടുന്നത് എല്ലാം കഴിക്കുന്നു, വേറൊരു പ്രശ്നവും ഇല്ല, ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഓരോ പോലെ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ എൻവയോൺമെന്റ് നമ്മളെന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഫീലിംഗ്. ഇപ്പൊ ഈ ഫ്ലഡ് വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സന്നദ്ധ പ്രവർത്തകര്, എവിടെ നിന്നോ എന്തെന്നോ അറിയാത്ത ഒരുപാട് ആൾക്കാർ, കേരളത്തിലെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്ന് വീട് ക്ലീൻ ചെയ്യാനായിട്ട്. ഞങ്ങളുടെ വീട് ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്തിട്ട്, എന്നാലും ചില സ്ഥലങ്ങളിൽ ഒട്ടും പറ്റാത്ത സ്ഥലങ്ങളിൽ അവർ പോയി ക്ലീൻ ഒക്കെ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താണ്, ഒരു അബ്സ്ട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു രീതിയാണ്, നമ്മുടെ മനുഷ്യരിലുള്ള ഒരു രീതിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ദുരന്തം ഉണ്ടായിരുന്നല്ലോ, എവിടെയായിരുന്നു? വയനാട്. അപ്പൊ അവിടേക്കും ഇതേപോലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും ഒരുപാട് ഫുഡും ഇതേപോലെ അവർക്ക് വേണ്ട എസെൻഷ്യൽസും നീഡ്സ് ഒക്കെ നമ്മൾ കൊടുത്തു വിട്ടു. അതെന്താണ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജനറലൈസ് ചെയ്ത് നമുക്ക് പെരുമാറാനായിട്ട് അറിയാം. ഇത് മനുഷ്യരിലുള്ള ടെൻഡൻസീസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ കുട്ടികളില്ലേ മക്കളെ, കുട്ടികൾ എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ചില കുട്ടികൾ കടന്നുണ്ടായി എപ്പോഴും ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ, എന്നോട് എപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്, എന്തുകൊണ്ടാ, അതെങ്ങനെ വന്നേ എന്ന് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യനിങ് ആയിരിക്കുള്ളൂ എപ്പോഴും. അത് ക്യൂരിയസ് ആയിട്ടുള്ള ചൈൽഡ്, ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളുടെ ലക്ഷണം എന്നാണ് ഞങ്ങൾ പറയാറ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇതൊന്നും മിണ്ടാണ്ടിരിക്കരുത്, എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ അവനെ മാറ്റി നിർത്തരുത്. അവരായിരിക്കും നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾ. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കുറച്ചും കൂടി സാധാരണ നോർമൽ കുട്ടികളെക്കാളും ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഈ പറഞ്ഞ പോലെ
ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അവർ എപ്പോഴും എന്താണ് വൈ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ്, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് ഇങ്ങനെ എന്നോടൊരു കുട്ടി ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് അമ്മേന്റെ എങ്ങനെ, അതെന്താ അങ്ങനെ വരാന്നേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയാം ഇന്നതുകൊണ്ടാണ്. മക്കളൊക്കെ ഭയങ്കര എന്താ പറയാ ക്യൂരിയസ് ആണ്. അപ്പൊ അവർ ചോദിക്കണ മറുപടി നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കാം. അപ്പൊ ഞാനും അങ്ങനെയാ, എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അവന് പറഞ്ഞു കൊടുക്കും. കാരണം അവൻ എപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാ, കസിനാടാ ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോന. അപ്പൊ അത് എപ്പോഴും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ചെറിയ കൊച്ച. അപ്പൊ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ എനിക്ക് തോന്നുന്നു ഒരു 3ാം ക്ലാസ് മുതൽ ഇപ്പൊ ഒരു 7ാം ക്ലാസ് ഒക്കെ എപ്പോഴും അങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. സോ നമ്മുടെ ഹ്യൂമൻ നേച്ചർ ആണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് അവരിലുള്ള ഓരോ കാര്യങ്ങളാണ്. സോ എന്താണ്, എന്തുകൊണ്ടാണ്, അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ക്യൂരിയസ് ആയിരിക്കും. നമ്മൾ ക്യൂരിയോസിറ്റിയിലേക്ക് വന്നപ്പോഴാണ് പറയാൻ വന്നത്, നമ്മള് ഈ വീട് ഷെൽട്ടർ ഒക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയില്ലേ, അതെങ്ങനെയാ, നമ്മൾ എന്ത് കണ്ടിട്ടായിരിക്കും ഈ ഷെൽട്ടർ നമുക്കൊരു സേഫ് ആയിട്ടുള്ള പ്ലേസ് വേണം എന്ന് ബിൽഡ് ചെയ്യണത്? ചിലപ്പോൾ നമ്മള് ബേർഡ്സ് ഇല്ലേ, നമ്മുടെ കിളികൾ കൂട് കൂട്ടുന്ന കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനുഷ്യർ ആദ്യം പറയാം ഏർലി ഹ്യൂമൻസ് ഈ ഷെൽട്ടർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, വീട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ മൈൻഡിൽ, ആ ബേർഡ്സിന് എന്താ ഒരു കൂടായാലോ അതുപോലെ നമുക്കൊരു വീടായാലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നിട്ടായിരിക്കും നമ്മൾ ഈ കാണുന്ന ഈ ഷെൽട്ടറുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആദ്യം അവർ മരത്തിന്റെ മുകളിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഗുഹകളിലായിരിക്കും ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഈ ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പോ അവർക്ക് കൃഷിയുടെ അടുത്തായിരിക്കും അല്ലെങ്കിൽ പുഴകളുടെ അടുത്തായിരിക്കും. അപ്പൊ അങ്ങനെ അവരുടെ ആ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അബ്സ്ട്രാക്ഷൻ ആരാ വായിക്കുന്നത്? അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കാം മാം. ഓക്കെ, ജാസ്മിൻ വായിച്ചോട്ടാ. Abstraction and curiosity. The tendency to abstraction helps us understand our experience of the environment and establish a relationship between our experience. Our tendency to be curious provides a creative desire to know the how and the why of things and events. To meet their survival, early man must be able to imagine and make abstractions. Early men observed the horns of an animal and the image of sharp instruments for their own defense, or they saw the bird's nest and imagined the build-up of a shelter, saw the animal for and imagined how to use it to keep warm. Together, abstraction and curiosity are the basis of that aspect of culture called pure science. This understanding of the environment completes the first in culture adaptation. As an early man understands the environment, he makes modification to the environment for some prompt human benefits. The second phase in cultural adaptation involves changes made to the environment in accordance with our understanding for durability and continuity. Thank you, ma'am. Mute ആണ് ma'am. ഓക്കെ, സോറി ട്ടാ. ഓക്കെ, അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഡൻസിയാണ്. അബ്സ്ട്രാക്ഷൻ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് അവർ എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി, നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാനും നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഈ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മൾ ഏർലി മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യ കാലങ്ങളിൽ നമുക്ക് മൃഗങ്ങളെ വേട്ടയാടുന്നത് ഫുഡിന് വേണ്ടിയിട്ട്, നമുക്ക് ക്ലോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ മൃഗങ്ങളെ വേട്ടയാടേണ്ടി വന്നിട്ടുണ്ട്. സോ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആദ്യം അവരെങ്ങനെയാണ് അമ്പും വില്ലും അല്ലെങ്കിൽ കോലും വടിയൊക്കെ വെച്ചിട്ടായിരുന്നു മൃഗങ്ങളെ എന്ത് ചെയ്തിരുന്നത്, വേട്ടയാടുന്നത്. അതിൽ നിന്ന് മാറിയിട്ട്
പിന്നെ എന്താണ് അവര് മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. കൂർത്ത മുനയുള്ള നല്ല മെറ്റൽസ്, ഷാർപ്പൺ ആയിട്ടുള്ള മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ദെൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ എന്ത് ചെയ്തു, ഇമാജിൻ ചെയ്തു. എങ്ങനെയാണ്, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ചെയ്തു, മനസ്സിലാക്കി. അത് ഇമാജിനേഷൻസ്, ഓക്കെ, ഇമാജിനേഷൻ തന്നെയാണ്. അവർ അങ്ങ് എന്ത് ചെയ്താൽ അവർക്ക് അത് അവരിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. അവർ ഇമാജിൻ ചെയ്തു എങ്ങനെയാണ് ഈ ഷാർപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമൽസിനെ ഡിഫെൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എതിർക്കാൻ പറ്റും. അവരെ എന്ത് ചെയ്യാൻ പറ്റും, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് എങ്ങനെ പറ്റും, അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തു, ഇമാജിനേഷൻ, മനുഷ്യര് ഇമാജിൻ ചെയ്തിട്ടാണ് നടപ്പിലാക്കിയത്. അതേപോലെ തന്നെയാണ് ബേർഡ്സ് കൂട് കൂട്ടുമ്പോൾ. അപ്പൊ ബേർഡ്സ് കൂട് കൂട്ടുമ്പോൾ അത് കണ്ടിട്ടാണ് നമ്മള് ഷെൽട്ടർ, നമ്മള് എന്താണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ അതേപോലെ തന്നെ അനിമൽസിൽ നിന്നുള്ള ക്ലോത്ത് നമ്മൾ കുറച്ചും കൂടി വാം ആക്കും. അത് ഇമാജിനേഷൻ ആയിരുന്നു. മുമ്പ് നമ്മൾ ഈ ക്ലോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അനിമൽസിന്റെ തോലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ക്ലോത്ത്, അതേപോലെ അത് തുന്നിയിടാനൊക്കെ തുടങ്ങിയത്. സോ നമുക്ക് ഇതിൽ നിന്ന് കോളിൽ നിന്നൊക്കെ, തണലിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടും. സോ ഈ അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് എന്താണ്, പ്യുവർ സയൻസ് ആണ്. സയൻസ് ആണ് അല്ലെ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എലമെന്റ്സ് അതൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നത്, ബയോളജിയിലല്ലേ? അല്ലേ? ഇത് പഠിച്ചിട്ടില്ലേ പിള്ളേരെ? അതെ. ഓക്കെ, അപ്പൊ അതൊക്കെ പ്യുവർ, ശരിക്കും പറഞ്ഞ പ്യുവർ സയൻസ് ആണ്. അതേപോലെ എന്താണ്, ആദ്യം തീ കണ്ടുപിടിക്കുന്നു. അതേപോലെ തന്നെ അവർ എന്താണ്, ഒരു പ്രാവശ്യം കാട്ടിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കാട്ടില് തീയിൽ പെട്ടിട്ടുള്ള മൃഗങ്ങൾ അവർ കഴിച്ചു തുടങ്ങുന്നു. സോ അപ്പോഴാണ് അവർ എന്ത് മനസ്സിലാക്കിയത്, കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ തീയിൽ കുക്ക് ചെയ്ത് ഫുഡിന് സാധാരണ ഫ്ലഷിനേക്കാളും നല്ല ടേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. സോ അവരത് എക്സ്ട്രാക്ട് ചെയ്തു. അത് അവരുടെ എക്സ്പീരിയൻസിലൂടെ അവരത് മനസ്സിലാക്കി. ദെൻ അവരെന്ത് ചെയ്തു, ഈ തീ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ കല്ലുകൾ കൂട്ടി വെച്ച് എന്ത് ചെയ്യാനായിട്ട് തീ കണ്ടുപിടിച്ചു. സോ അതൊക്കെ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഒരുപാട് ടൈം എടുത്ത് നമ്മൾ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന തീ. അതേപോലെ തന്നെ വീലിന്റെ കണ്ടുപിടുത്തം, അതൊക്കെ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ തലമുറകളിൽ വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ അഡാപ്റ്റേഷൻസ്, മാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, മനുഷ്യനോട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, തിരുത്തുന്നു, അല്ലെങ്കിൽ അത് പഠിക്കുന്നു, അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റിയിൽ വരുന്നത്. സോ ദെൻ കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. സോ ഇതിനെ മൊത്തമായിട്ട് ഞാൻ പറയാം. നമ്മള് ഏർലി മാൻ ഇത് തന്നെയാണ്, സ്റ്റോൺ റോൾസിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗുഹാ പെയിന്റിങ് അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗുഹയിൽ എങ്ങനെയാണ് മനുഷ്യരെ എങ്ങനെയാണ് മൃഗങ്ങളെ വേട്ടയാടുന്നത് എന്നുള്ളതിന്റെ കാൽക്കുലേഷൻ, ആരൊക്കെ എന്തൊക്കെ പൊസിഷൻ എടുക്കണം, എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇമേജസ് ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലേ? നമ്മൾ എത്രയിലാണ്, ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്, നമ്മളും പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർ അറ്റാക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. സോ ഏതൊരു പ്രോബ്ലം ആവട്ടെ അതിനൊരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ആണ് ഞാൻ പറയുന്നത്. ഇന്ന് എനിക്ക് വീട്ടില് കുറച്ച് ഗസ്റ്റ് വരാൻ പോവാണ്. സോ ഞാൻ ഗസ്റ്റ് വരുമ്പോ ഏത് ടൈമിൽ ക്ലാസ് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളായാലും, ആരാണ് റിനീഷ അല്ലെ? കഴിഞ്ഞ ദിവസം ഞാൻ എന്താണ് എവിടെയോ പോണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ സമയത്ത് ഞാൻ ആലോചിച്ചു, കാൽക്കുലേഷൻ ആണ്, കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്ക് എപ്പോ പോകണം, എത്രയും 12:45 പോകണം എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് അത്രയും നേരം ക്ലാസ് അറ്റൻഡ് ചെയ്തു. സോ അത് അവരുടെ കറക്റ്റ് ആയിട്ട് ആൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയും സമയം എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടുന്ന് യാത്ര പോകാനായിട്ട്. സോ അത് കാൽക്കുലേഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഹ്യൂമൻ ബീങ്സ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ എന്താണ് നമ്മുടെ പ്രോബ്ലം, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കാം. ദെൻ റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളൊക്കെ തന്നെ എന്തോരം ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, വീട്ടിൽ തന്നെ കണ്ണാടിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ പ്രെയർ പറയുന്നേക്കാളും മുമ്പ് ക്ലാസ്സിൽ കയറിയിട്ട് ഒന്ന് പ്രെയർ പറഞ്ഞു നോക്കിയിട്ടുണ്ടാവും ഇല്ലേ? റിപ്പീറ്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ? പറഞ്ഞത്
ഇല്ല, നല്ലതാണ്. കാരണം റിപ്പീറ്റ് ചെയ്തു. ഇന്ന് ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ ക്ലാസ് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് പ്രേയർ പറഞ്ഞിട്ട് ഞാൻ സ്മൈലി അയക്കണേക്കാൾ മുമ്പ് ആൾ ലെഫ്റ്റ് ആയി. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയതാണ്. ഞാൻ പറയുന്നത് സെറ്റ് ആവോ അല്ലെങ്കിൽ കറക്റ്റ് ആവോ എന്നുള്ള കാര്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണ്. സോ കാൽക്കുലേഷൻ റിപ്പീറ്റേഷൻ ദെൻ നമ്മൾ എത്തുന്നതാണ് റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾ എന്തിലേക്ക് എത്തുന്നവരൊക്കെ ഒരു വർക്ക് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവർ എന്തിലേക്ക് എത്തുന്ന കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വരുന്നതാണ് സെൽഫ് കൺട്രോൾ. ഓരോ വ്യക്തിക്കും അവരുടേതായ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുട്ടികളെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഭയങ്കര കുടുംബന്മാരായിരിക്കില്ലേ? ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ ഭയങ്കര വാശിക്കാരായിട്ടുള്ള കുടുംബന്മാരായിട്ടുള്ള ആൾക്കാരാ നമ്മള് ഒരു എന്താ പറയാ ഒരു പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ ചെല്ലുമ്പോ എല്ലാവരും മുമ്പിൽ അവർ പറയും, അയ്യോ എന്ത് അച്ചടക്കം ഇവനെ, ഇത്രയും നല്ല കുട്ടീനെ കിട്ടിയല്ലോ നിനക്ക്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറാ, എന്താണ് അവൻ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവമേ ഇവൻ വീട്ടിൽ കിടന്ന് കാട്ടണത് ഒന്നും കാണുന്നില്ല. പക്ഷെ ഈ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആള് എന്താണ് മിണ്ടാപ്പൂച്ചിയാണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നും. സോ അതെന്താണ് സെൽഫ് കൺട്രോൾ അറിയാം. അപ്പൊ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാല് നമ്മള് പുറത്തൊരു വീട്ടിലാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ പറയൂലേ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എന്നോട് പറയാറുണ്ട്, വീട്ടില് എന്തൊരു കുറുമ്പിയായിരുന്നു അറിയാവോ ഇവള്, ഭയങ്കര വായാടിയായിരുന്നു, എപ്പോഴും ഇങ്ങനെ വായാടിക്ക് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നല്ല അച്ചടക്കമുണ്ട്. കാരണം ഞാൻ വന്ന എൻവയോൺമെന്റിൽ ഹസ്ബൻഡ് അധികം സംസാരിക്കൂല, വീട്ടിൽ ആരും അധികം സംസാരിക്കില്ല, ഉറക്കി സൗണ്ടിലൊന്നും സംസാരിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഭയങ്കര സൗണ്ടില്, വീട്ടിലെല്ലാവരും അങ്ങനെയാ, എല്ലാവരും ഭയങ്കര സൗണ്ടിലെ സംസാരിക്കുന്നത്. സോ ഞാൻ ആ ഒരു കൺട്രോൾ സെൽഫ് കൺട്രോൾ പുറത്തേക്ക് വന്നപ്പോൾ ഞാനത് പഠിച്ചു. നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്തോ റിപ്പീറ്റേഷൻ അതുമൂലം നമ്മൾ അത് പഠിച്ചു. എന്തെങ്കിലും ആ ഒരു സൗണ്ട് കൂട്ടി വരുമ്പോ നീ എന്തിനാ ഉറക്കെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നീ ഉറക്കെ സംസാരിക്കുന്നേ, എന്തെങ്കിലും ഇങ്ങനെ സൗണ്ട് കൂട്ടി പറയുന്നത് നമുക്ക് കേൾക്കാനല്ലേ, നമ്മൾ തമ്മിൽ പറയുമ്പോ സൗണ്ട് കുറച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഓക്കെ അതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു കൺട്രോൾ സെൽഫ് കൺട്രോൾ കൊണ്ടുപോകും. ദെൻ വർക്ക്, നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് വർക്ക് ഷുഡ് ബി ബിക്കം പെർഫെക്റ്റ് ത്രൂ റിപ്പീറ്റേഷൻ. അപ്പൊ എന്താണ് വർക്ക് പെർഫെക്റ്റ് ആവുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ആദ്യം MP4 ഫസ്റ്റ് ക്ലാസ് എടുത്തത് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഓൺലൈൻ ആയിട്ട് എങ്ങനെ ക്ലാസ് എടുക്കുന്നത്, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ലൈവ് ക്ലാസ്സുകൾ എടുത്തിട്ടില്ല, ഓൺലൈൻ ആയിട്ട് എടുത്തിട്ടില്ല, ഇത് എന്താ പറയുക നേരിട്ടുള്ള ക്ലാസ് ലൈവ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. കുട്ടികളോട് കാണുന്നു, അവരുടെ മനസ്സ് മനസ്സിലാക്കുന്നു, അവരുടെ ഫേസ് മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ആദ്യം കുറച്ച് നാൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അവരെന്താ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് ഉണ്ടോന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ കുറച്ച് ക്ലാസ് എടുത്തിട്ട് നിങ്ങളുടെയൊക്കെ ബാച്ച് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ആ പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ പോർഷൻ ക്ലിയർ ആയിട്ടില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എന്റെ മനസ്സ് പറയും. അവർക്ക് അതങ്ങോട്ട് മനസ്സിലായിട്ടില്ല, സോ നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് എടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തത്, എക്സ്പ്ലോറേഷനും ഓർഡറും ഒന്നും കൂടി പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എക്സ്പ്ലോറേഷനും ഓർഡറും പറഞ്ഞപ്പോ. അതെനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. സോ ഞാൻ എന്ത് ചെയ്തു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. വർക്ക് എപ്പോഴും പെർഫെക്റ്റ് ആവുന്നത് എങ്ങനെയാണ്, റിപ്പീറ്റേഷൻ വഴിയാണ് അല്ലെ. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് നല്ലതായിരിക്കും, പിന്നെയും ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പെർഫെക്റ്റ് ആവുന്നത്. ആദ്യം ഇവിടെ വന്ന് ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, കൈ വിറയ്ക്കുന്നു, സൗണ്ട് വായന്ന് വരുന്നില്ല, അല്ലെങ്കിൽ സൗണ്ട് തോട്ടിൽ നിങ്ങൾക്ക് വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തത്. ഇപ്പൊ നിങ്ങളോട് ഞാൻ ഒരു ആക്ഷൻ സോങ് പെട്ടെന്ന് ഒരാളോട് ഒരു ടാസ്ക് കൊടുക്കാം, വേഗം ഒരു ആക്ഷൻ സോങ് എന്ത് ചെയ്യാനായിട്ട് പ്രസന്റ് ചെയ്യണം, 5 മിനിറ്റ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട് വന്ന് പെർഫോം ചെയ്യും ഇല്ലേ മക്കളെ? ചെയ്യോ? ഓക്കെ ചെയ്തോളൂ. അപ്പൊ അതെന്താണ്, നമ്മൾ ചെയ്ത് ശീലിച്ചാണ്, നമ്മൾ വർക്ക് ചെയ്ത് റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത് പെർഫെക്റ്റ് ആവുന്നത്. നമ്മൾ ഒരു ടെൻഡൻസിയുടെ ഒപ്പം തന്നെ കണക്റ്റഡ് ആണ് ബാക്കി എല്ലാ ടെൻഡൻസീസും. ഇപ്പൊ വർക്ക് ചെയ്ത് നമ്മൾ എന്താ റിപ്പീറ്റേഷൻ കിട്ടും, റിപ്പീറ്റേഷനിലൂടെ നമുക്ക് കോൺസെൻട്രേഷനും പെർഫെക്ഷനിലേക്കും എത്തും. അപ്പൊ നമ്മൾ എന്തായി ദെൻ പെർഫെക്ഷനിലേക്ക് എത്തി. പിന്നെയാണ് പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മള് പെർഫെക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മളൊക്കെ ക്രിയേറ്റിവിറ്റി പെർഫെക്ഷൻ അക്യൂർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളെല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും എന്താണ്
പെർഫെക്റ്റ് ആവാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആവാനായിട്ട് മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുക്കാറുണ്ട് ഇല്ലേ? നമ്മളൊരു കാര്യം ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നതല്ലോ, എന്തായിരുന്നു മനസ്സില നോർമലൈസേഷൻ ഡീവിയേഷൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പെർഫെക്റ്റ് ആക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിരുന്നു ഇല്ലേ? ഓക്കെ, അത് നിങ്ങൾ പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കി. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. നമുക്ക് തരുന്ന ടാസ്കുകൾ അങ്ങനെയാ. നമ്മളോട് ഒരു കാര്യം പറയാണ്, ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളത് അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. റെക്കോർഡ് തന്ന സമയത്ത് എനിക്ക് എന്തായിരുന്നു, നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ. നിങ്ങളുടെ ഓരോ റെക്കോർഡും, ഞാൻ എല്ലാവരുടെ റെക്കോർഡും ക്ലാസ്സിൽ വെച്ച് നോക്കിയിരുന്നതിന് വേണ്ടിയിരുന്ന നിങ്ങൾ ചെയ്ത എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ഐഡിയാസ് വെച്ച് ചെയ്തവരൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഓരോ ടാസ്കുകളും ചെയ്തെടുത്തു. നമ്മൾ എപ്പോഴും അങ്ങനെ നമുക്ക് തരുന്ന ജോബുകളായാലും നമ്മളുടെ രീതിയിൽ നമ്മളത് പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കും. ഞാൻ പറഞ്ഞെന്നുള്ളൂ, നമുക്ക് നോക്കാം കേട്ടോ. ഓരോ പാരഗ്രാഫ് വായിക്കാം ഓരോരുത്തർ കേട്ടോ. ഗോപികൻ ആദ്യം വായിക്കണേ. ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കാം. യെസ് മാം. ഓക്കെ, ഗോപിക ഫസ്റ്റ്. Okay, ma'am. Calculation, repetition, concentration, self-control, and work. In order to survive, the man had to have a means for carrying out this solution. This is achieved by linking intelligence and the capacity for manipulation by the hand. Human intelligence and imagination could create an imaging in the mind. The hand could bring imaginative thought into relation with the concrete world. Hence, the early man could see that the chair with two legs could not stand. ഓക്കെ, ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്, മാത്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ ചിന്തിക്കും. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ പൈസയുടെ കാര്യമായാൽ പോലും, അല്ലെങ്കിൽ എന്ത് കാര്യമാവട്ടെ, അത് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മൈൻഡിന് എപ്പോഴും നമ്മൾ കാൽക്കുലേഷൻ ആണ്. നമ്മൾ മാത്തമാറ്റിക്കൽ ഏരിയ, ആ ഒരു ഏരിയയിലേക്കൊക്കെ പഠിക്കുന്ന പ്രാക്ടിക്കൽ സെഷനുകൾ കേട്ടോ. അപ്പൊ ഹ്യൂമൻ ഇന്റലിജൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് മൈൻഡാണ്. ഇന്ന കാര്യങ്ങൾ ഇന്ന ചെയ്ത പോലെ ഇന്ന രീതിയിലായിരിക്കും, നല്ല രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യാൻ നോക്കും. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഗസ്റ്റ് വരുന്ന ടൈം പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരാണ്. രാവിലെ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഗസ്റ്റ് വരുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലാസ് എടുക്കുകയും വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലാസ്സിൽ കയറുകയും വേണം. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. രാവിലെ ഇത്ര സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് ഞാൻ 12 മണിയാകുമ്പോഴേക്കും ഫ്രീ ആവുകയാണെങ്കിൽ എനിക്ക് ക്ലാസ്സിൽ നിന്ന് കയറാൻ പറ്റും. സോ ഞാൻ രാവിലെ മോർണിംഗ് 6 അല്ലെങ്കിൽ ഒരു 5 o'clock എഴുന്നേക്കുന്നു, വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നു. ഗസ്റ്റ് വരുന്നത് ലഞ്ച് ടൈമിലേക്കാണ്. അപ്പൊ ആ ടൈമിനുള്ളിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ക്ലാസ് കഴിയുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ ഇത് കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏർലി മെന്റിന്റെ കാര്യത്തിലുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത്, 2 കാലുള്ള ഒരു ചെയർ നമുക്ക് ഒരിക്കലും അതിലിരിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് നിർത്താൻ പറ്റില്ല. നോട്ട് സ്റ്റാൻഡ് എന്നാ പറയുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി 2 കാലല്ല വേണ്ടത്, 4 കാലാണ് വേണ്ടത്. സോ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ചെയർ എന്നുള്ള ആശയം വന്നത്, 4 കാലുള്ള ചെയർ വന്നത്. അടുത്ത കേട്ടോ, അടുത്ത പാരഗ്രാഫ്. Thought continuing manipulation and changing of this object, they could reported to the intelligence when it was in error. The process of thinking could not then become clear thought and circular procedure from the mind to the hand to control what the mind had created and back to the mind. This feedback using thinking to repeat manipulation and control of error makes possible the human search for accuracy and perfection. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റാതിരിക്കില്ല. സോ നമ്മൾ ആദ്യം പറ്റിയ മിസ്റ്റേക്ക് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യാൻ നോക്കും, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കും.
അപ്പൊ നമ്മൾ എന്താണ് റിപ്പീറ്റേഷൻ എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ മേക്ക് മാൻ ടു പെർഫെക്റ്റ് ആ ഒരു ഇതാണ് വന്നത്. This feedback using thinking to repeat manipulation and control the errors make possible human search for accuracy and perfection. നമ്മൾ ആക്യുറേറ്റ് ആക്കും, കറക്റ്റ് ആക്കും, പെർഫെക്റ്റ് ആക്കുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ വർക്കുകൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താവുന്ന പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. The tendency to work is in itself just a drive to apply personal effort, but our work is made competent by means of three assistance tendencies: repetition, which provides the necessary feedback to achieve exactness; concentration, which help us focus on one step at a time on our work; and self-control, which allows us to direct our efforts towards an exact goal. Thank you. അപ്പോ ടെൻഡൻസി ടു വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യാനും നമ്മളുടേതായ പേഴ്സണൽ എന്ത് ചെയ്യണം, എഫേർട്ട് എടുക്കണം. നമ്മളൊരു വർക്ക് ചെയ്യുന്നത് ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, നമ്മളൊക്കെ തയ്യൽ പഠിച്ച സമയത്ത് ഞങ്ങൾ തയ്യൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ ആദ്യം തയ്ക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നായിരിക്കും. അവർക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി തയ്ക്കാനൊക്കെ പറ്റണമെന്നില്ല. പക്ഷേ അവരത് റിപ്പീറ്റ് ചെയ്ത് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ പെർഫെക്റ്റ് ലൈൻ പോലും വരയ്ക്കാണ്ട് കറക്റ്റ് ആയിട്ട് ആ പറഞ്ഞ പെർഫെക്റ്റ് ലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തയ്ച്ചു പോകാനായിട്ട് പറ്റും. സോ റിപ്പീറ്റേഷൻ വഴി നമുക്ക് എന്ത് കിട്ടാണ്, കോൺസെൻട്രേഷൻ കിട്ടാണ്. അതുവഴി നമുക്ക് സെൽഫ് കൺട്രോൾ കിട്ടാണ്. ഇതെല്ലാം നമ്മളുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസീസ് ആയിട്ട് നമുക്ക് കണക്കാക്കുന്നത്. എഗെയിൻ അടുത്ത പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫ് വരെ കംപ്ലീറ്റ് ചെയ്യുന്നേ. ഞാൻ വായിക്കാം. ഓക്കെ ഡാൻസന ബൈ. Again, the primary object of our calculations and work is the assurance of our survival and continuity. The byproduct of these two tendencies are a collection of artifacts and tools generally termed technology. Technology is often the most obvious aspect that helps culture, since it is the initial physical product of cultural adaptation. Okay. നമ്മൾ അഗെയിൻ നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് കാൽക്കുലേഷന്റെ വർക്കിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് സർവൈവ് ചെയ്യാൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ്. അപ്പൊ ഈ ടു ടെൻഡൻസിയുടെ ഒരു കളക്ഷണൽ ആക്സെപ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജിയാണ്, ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് വരാണ്. ടെക്നോളജി ഇസ് മോസ്റ്റ് ഒബീഡിയൻസ് ആക്സെപ്റ്റ് ഓഫ് കൾച്ചർ. നമ്മുടെ കൾച്ചറൽ അഡാപ്റ്റേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ടെക്നോളജി. നമ്മള് എന്താ പറയാ, ആദ്യം നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ കണ്ടുപിടിച്ചതിന്റെ കഥകളൊക്കെ കേട്ടില്ലേ, അതില് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ആണ് വന്നത്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് ആണ് അവിടെ സംഭവിച്ചത്. സോ അത് കഴിയുമ്പോൾ പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അവിടെ തന്നെ റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, ദെൻ പെർഫെക്ഷൻ അവിടെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന എല്ലാ ടെൻഡൻസീസും കണക്റ്റഡ് ആണ്. നമ്മൾ പറയുമ്പോൾ മിക്ക കാര്യങ്ങളും പറയുമ്പോഴും എല്ലാവരും ഏകദേശം ഒരു ടെൻഡൻസി മറ്റൊരു ടെൻഡൻസി ആയിട്ട് എന്താണ്, കണക്റ്റഡ് ആണ് കേട്ടോ. ഇതിന്റെ റിസൾട്ട് ആയിരിക്കും ഇന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഈ പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. ഈ കൾച്ചറൽ ചേഞ്ച്, നമ്മൾ കൾച്ചറൽ അഡാപ്റ്റേഷൻ കൊണ്ടുവന്നു. വി ക്യാൻ ആക്ട് അപ്റ്റോൺ ഹ്യൂമൻ ടെൻഡൻസി ടു പെർഫെക്ഷൻ. നമുക്ക് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും. Each society naturally extends its effort beyond the level required for survival and continuity. നമ്മൾ ഈ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് നമ്മൾ സർവൈവ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പെർഫെക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സർവൈവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏർലി മെൻസിന്റെ കാര്യം തന്നെ ആലോചിക്കാം. നമ്മൾ ഓരോന്നും ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിയിലൂടെയാണ് നമ്മൾ എന്താ പറയാ ഈ ഒരു ഇതിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നത്. വി നോട്ട് only aims to modify environment without understanding it, but we also aims to perfect form of these modifications. നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കി പെർഫെക്റ്റ് ആക്കാനായിട്ട് നമ്മൾ പെർഫെക്ഷനും കൈവരിക്കാൻ ശ്രദ്ധിക്കുന്നത്. In other words, we follow perceptions or beauty in visual form, sound, movements,
or our technology. The natural concept of the beauty are connected with the unclean way of ideal form inherited in each culture and abstract understanding of the world. നമ്മൾ പ്രകൃതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അവിടുത്തെ ബ്യൂട്ടി മനസ്സിലാക്കുന്നു, അതെല്ലാം നമ്മളുടെ എന്താ പറയണത് ആ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം, പെർഫെക്ഷന്റെ കാര്യമാണ്. പെർഫെക്ഷൻ ക്രിയേറ്റിവിറ്റി ആണ്. ഇപ്പൊ എന്റെ വീട്ടില് ഒരു കുറച്ച് ഏരിയ മാത്രം വെറുതെ കിടക്കാണ്. വീടിന് ചുറ്റും കുറച്ച് ഏരിയ മാത്രം ഗാർഡൻ തയ്യാറാക്കുന്ന രീതിയിൽ കുറച്ച് ഏരിയ മാത്രം അവിടെ എന്താണ് വെറുതെ കിടക്കാണ്. അപ്പൊ എനിക്ക് തോന്നി, എന്റെ ക്രിയേറ്റീവ് ഐഡിയ തോന്നി അവിടെ ഒരു ഗാർഡൻ കൊണ്ടുവരുന്നത് കുറച്ചും കൂടി നന്നായി. ഞാൻ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൊണ്ടുവന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നു, ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യുന്നു. അത് എന്താണ് പെർഫെക്റ്റ് ആക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കും. ആദ്യം നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ചെടികളുണ്ടല്ലോ, താഴത്തേക്ക് ഇങ്ങനെ ഗ്രോ ചെയ്ത ചെടികൾ, അത് ആദ്യം കാണുമ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരിക്കും. പക്ഷെ അത് നമ്മ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ വെളിച്ചമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും കാണാനായിട്ട്. നിങ്ങള് അതേപോലെ ചെടികളൊക്കെ വീട്ടില് ഗാർഡൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ടാവും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും, പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് അതവിടെ മുടങ്ങി പോകാറ് പറ്റും. എന്നാലും ഞാൻ മാക്സിമം വീടിന് സൈഡിലൊക്കെ അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുന്ന പ്ലാന്റ്സ് ഒക്കെ മാക്സിമം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് പെർഫെക്ഷൻ ആവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം, ആ ഒരു ഏരിയ മാത്രം വെറുതെ ഇതിനെ കളയുന്നത് പുതിയൊരു രീതിയിലേക്ക് മാറ്റാനൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് നമ്മളിപ്പോ ഒരു റൂമൊക്കെ ഡിസൈൻ ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ റൂം എപ്പോഴും ഒരേ സ്റ്റൈൽ ഫോളോ ചെയ്യാതെ വേറൊരു രീതിയിലേക്ക് മാറ്റാനും അവിടുത്തെ ക്ലോത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ചേഞ്ച് ഒക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. So each culture ends up with its own special technological style as its architecture or clothing. To help develop this style and give its facility, we use our natural tendency towards creativity and ability to conceive a world which does not exist. The aspect of culture which arises from our tendency to perfection and creativity is art. നമ്മൾ പെർഫെക്ഷൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഭയങ്കരമായിട്ട് ഒരു ആർട്ടാണ്. നമ്മൾ ക്രിയേറ്റീവ് മൈൻഡാണ്, ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് കണക്ട് വിത്ത് എന്താണ് ആർട്ടായിട്ടാണ് പെർഫെക്ഷൻ ക്രിയേറ്റിവിറ്റിയും കണക്ട് ചെയ്യുന്നത്. സോ ഈ ഗാർഡനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടാണ്. മക്കളെ കറക്റ്റ് ആയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കലയാണ്. ചില വീടുകളൊക്കെ ഞാൻ ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ചില എന്താ പറയാ ചിലവരുടെ വീടൊക്കെ നല്ല രീതിയിൽ ഗാർഡൻ പോലെയൊക്കെ തോന്നും നമുക്ക്. ആ വീടിന്റെ മുകളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞടക്കണം, കാണുമ്പോൾ അത് വീടാണോ അല്ലെങ്കിൽ ഒരു കാടാണെന്നൊക്കെ തോന്നും. നല്ല രസമായിരിക്കും. അതൊക്കെ ഭയങ്കര ഒരു ക്രിയേറ്റീവ് ആയിട്ടൊക്കെ അവര് ചെയ്യുന്നത്. സോ ഇത് പെർഫെക്ഷനിലൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നതാണ്. ദെൻ നമ്മള് ഓരോരുത്തരും ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത് എന്തിനാ വേണ്ടിയിട്ടാണ്? നിങ്ങളാവട്ടെ ഞാനല്ല നിങ്ങളാവട്ടെ, നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാനൊക്കെ എടുത്തത് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റും, സ്വന്തമായിട്ട് പറയാൻ പറ്റും, ശരിയാണ്, എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ എനിക്കൊരു ഏർണിങ്സിന് വേണ്ടിയിട്ട്, സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ മക്കളെ നമ്മളെല്ലാവരും ഒരു ഇതിലേക്ക് വന്ന് ഈ ഒരു കോഴ്സിലേക്ക് വന്നത്. അല്ലെങ്കിൽ അതെ, ടീച്ചിങ്ങിന്റെ പാഷനാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ പാഷന്റെ ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര കിട്ടിയൊരു ലക്കാണെന്ന് പറയാട്ടെ. എന്റെ ഒരു കാര്യത്തില് പാഷൻ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത്. എന്റെ ജോബും പാഷനും ഒന്നാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാനായിട്ട് പറ്റും. നിങ്ങളുടെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളുടെ പാഷൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആക്കാനായിട്ട് നമുക്ക് പറ്റും. സോ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇൻഡിപെൻഡന്റ് ആവാം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു കോഴ്സിലേക്ക് വന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾ സ്വന്തം കാര്യം നിൽക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പോഴും അത്യാവശ്യം ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്കും അതേപോലെ ജോബിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാരാ വായിക്കുന്നേ? Our tendency towards independence. ഞാൻ തന്നെ വായിച്ചോട്ടെ. വായിച്ചോളാം. Okay, independence. Our tendency towards independence suitably stands alone as the end point in the process of cultural adaptation. As cultural evolution is progressive in its striving towards individual perfection and systemic harmony, we have natural desires to
trace the progress of culture over time. Every culture has an account of its own history, often mixed up with myths and legends. In our environment, modifications and ever creating cooperation and organization among our fellow citizens. In some, an ever more successful adaptation to the environment. So history is the facet of culture which satisfies our tendency to realize an ever greater degree of adaptation success, that is mastery over density, or in a word, independence. Thank you, ma'am. ഓക്കെ ടാ. നമ്മുടെ ടെൻഡൻസി ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ കൾച്ചറൽ അഡാപ്റ്റേഷൻ്റെ ഏറ്റവും എൻഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് വന്നു. കൾച്ചറൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് പെർഫെക്ഷൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഹാർമണിയിലേക്കൊക്കെ എത്തണമെങ്കിൽ അവർക്ക് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമ്മൾ സാധാരണ രീതിയിലൊന്ന് ആലോചിച്ചാണ് നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. സ്ത്രീകൾ ഇത്രയും നാള് ഭൂരിഭാഗം ആൾക്കാരും എന്താ പറയാ ഡിപ്പെൻഡന്റ് ആയിരിക്കുള്ളൂ. സോ ഇൻഡിപെൻഡൻസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ കിട്ടാനൊക്കെ തുടങ്ങും. സോ ഇതൊരു മിത്താണ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇൻ അവർ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ ആൻഡ് എവർ ഇൻക്രീസിംഗ് കോപ്പറേഷൻ ഓർഗനൈസിങ് അവർ ഫെലോ സിറ്റിസൺസ്. നമ്മള് എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മളുടേതായ തോട്ട്സ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തന്നെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. എന്നിരുന്നാൽ പോലും നമ്മളുള്ള വേൾഡ് അല്ലെങ്കിൽ നമ്മളുള്ള ഒരു സൊസൈറ്റിയിലെ കൾച്ചറും അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യം പറയാം, നമ്മൾ ഒരു മാരേജിന് പോകാന്ന് വിചാരിക്കും. ചിലപ്പോൾ അവിടുത്തെ മാരേജ് നമ്മുടെ കൾച്ചറായിട്ട് ഉപയോഗിക്കാൻ അയക്കില്ല. അപ്പോൾ വേറെ രീതിയിലായിരിക്കും അവരുടെ മാരേജ് അല്ലെങ്കിൽ അവരുടെ റിച്വൽസ് അതൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടുത്തെ ചേട്ടന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പണ്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഇത് കുറച്ചും കൂടി ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ അത്രയും അത്രയും ഇങ്ങനെ എല്ലാവരും മുമ്പത്തെ പഴയ കല്യാണങ്ങൾ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. എല്ലാവരും വിളമ്പാനൊക്കെ നമ്മുടെ അയലന്തരത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കും. ഭയങ്കര ഒരു ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഡിപെൻഡൻസിലൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ചുറ്റുമുള്ള ആ ഒരു വേൾഡ് മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഭയങ്കര നല്ല ഓർമ്മകളാണ്, നമ്മുടെയൊക്കെ മനസ്സിലുള്ള നല്ല ഓർമ്മകളാണ്. ദെൻ ടേബിൾ 1 ആണ് സ്റ്റെപ്സ് ടു കൾച്ചറൽ അഡാപ്റ്റേഷൻ. അത് ഞാൻ ഈ ഓരോ കാര്യങ്ങളിലും ചില പോയിന്റ്സിലൊക്കെ ചില കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ വീണ്ടും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ കേട്ടോ, ഒന്നും കൂടി പറയണമെന്നുള്ളൂ കേട്ടോ. സോ ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഓരോ ഫേസസ് കാര്യങ്ങൾ ഈ ഓരോ പോയിന്റ്സിലും എന്താണ് അതിലെ ടെൻഡൻസീസ്, മാനിലുള്ള ടെൻഡൻസീസ് എന്താണ്, അതിന്റെ ആക്സെപ്റ്റ്, നമ്മുടെ കൾച്ചറൽ ആക്സെപ്റ്റ് എന്താണ് എന്ന് മാത്രം പറഞ്ഞു പോവാണ് കേട്ടോ. ഇത് സ്റ്റെപ്സ് ടു കൾച്ചറൽ അഡാപ്റ്റേഷൻ, അത് എന്ത് സ്റ്റെപ്പ് ആണെന്നുള്ളത്. ദെൻ ടെൻഡൻസീസ്, ദെൻ റിലേറ്റീവ് ടു കൾച്ചർ, നമ്മുടെ കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്താണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, കാരണം ടേബിൾ ആണ് പറയുമ്പോൾ ഞാൻ ടേബിൾ അങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാറില്ലല്ലോ, ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലിയർ ആയി നോക്കണം. ഫസ്റ്റ് ഫേസിൽ പറയുന്നത് എക്സ്പ്ലോറേഷൻ ആൻഡ് ക്ലാസിഫൈങ് ദ എൻവയോൺമെന്റ്. നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, അതെന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ എക്സ്പ്ലോറേഷൻ അതിലോട്ട് നമുക്ക് എന്ത് കിട്ടാണ്, ഒരു ഓർഡറിലേക്ക് നമ്മൾ എത്താണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി നമ്മൾ പെരുമാറാനും തുടങ്ങണം. ദിസ് നാച്ചുറൽ ഹിസ്റ്ററി ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ അവൻ എക്സ്പ്ലോർ ചെയ്യാൻ, അവന്റെ ലൈഫിൽ അത് അഡാപ്റ്റ് ചെയ്യാൻ നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എൻവയോൺമെന്റ് നിങ്ങളോട് കാര്യങ്ങൾ പറയണ്ടേ, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഏതായിരുന്നു അത്? ഇവിടെ നമ്മള് സെലിബ്രേഷൻ പരിപാടി നടന്നില്ലേ, പ്രോഗ്രാം നടന്നു എന്ന് പറഞ്ഞില്ലേ, HAയുടെ. അപ്പോ അവിടുത്തെ കുട്ടികളൊക്കെ വന്ന് അവിടുത്തെ ടീച്ചർമാരെയൊക്കെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും തമ്മിൽ ഭയങ്കര അവരൊക്കെ വന്ന് ഭയങ്കര സന്തോഷത്തോട് പെരുമാറിയപ്പോ എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്. എന്താ പറയാ, നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയാനേ, അല്ലെങ്കിൽ സന്തോഷം ആയാനേ എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്? പറഞ്ഞിരുന്നു. നിങ്ങൾ ആരും
ഇമാജിൻ ചെയ്തു എന്ന് വെച്ചാൽ എന്റെ മക്കളായിരുന്നെങ്കിൽ അവരോട് വന്നിങ്ങനെ സംസാരിക്കുമ്പോഴും കൈയൊക്കെ പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്റെ കുട്ടികളാണ് വന്നിരുന്നെങ്കിൽ എന്തുകൊണ്ട് സംസാരിച്ചാണ് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഞാനും ജിഷ് ടീച്ചറും അതേപോലെ അശ്വതി ടീച്ചറും മാറി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് മാറി നോക്കിയപ്പോ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ടീച്ചർമാർ എവിടേക്കോ ഒരുപാട് ദൂരത്ത് നിന്ന് പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഒരു റിയൂണിയൻ പോലെ ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുന്നു, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പല പല ലാംഗ്വേജസ് ആണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും പല ലാംഗ്വേജസ് ആണ്. സോ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റ്, നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കണം. അതിലാണ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി വരുന്നത്. കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കാനും അതേപോലെ ക്യൂരിയോസിറ്റിയിൽ എന്താ പറയുന്നത് 5 ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സംഭവിച്ചത്, അത് എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്, ഇതൊക്കെ പ്യുവർ സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സയൻസ് ആണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയൻസ് ആണ്, അതിന് റിസൾട്ട് ഉണ്ടാവും. സോ അണ്ടർസ്റ്റാൻഡ് നമ്മൾ എൻവയോൺമെന്റിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അബ്സ്ട്രാക്ഷനും ക്യൂരിയോസിറ്റിയും വഴിയാണ്. ദെൻ ദാറ്റ്സ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ സയൻസിലേക്കാണ് അത് പോകുന്നത്. നെക്സ്റ്റ് ഫേസ് ആണ് ഫേസ് 2 പറയുന്നത് modifying the environment in accordance with our understanding of its ensure survival and continuity. So നമുക്ക് സർവൈവ് ചെയ്യണം, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. സോ നമ്മുടെ എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യണം, അതിനെ കുറിച്ച് മനസ്സിലാക്കണം. അതൊക്കെ എങ്ങനെ വന്നത്? കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, വർക്ക്, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ. ഇതിന് വന്ന മാറ്റം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? എന്താ പറഞ്ഞത്? ടെക്നോളജിക്കൽ ചേഞ്ച്. സയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്നോളജിയിലൂടെയും നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന മാറ്റം. നമ്മൾ ഈ കൾച്ചറൽ അഡാപ്റ്റേഷൻ സംഭവിക്കുന്നത് എന്താണ്? ടെക്നോളജിക്കലാണ്. നമ്മളൊരു കാര്യം ചെയ്ത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ റിപ്പീറ്റേഷനിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാണ്. കോൺസെൻട്രേഷനിലൂടെ നമുക്ക് സെൽഫ് കൺട്രോൾ അച്ചീവ് ചെയ്യാം. ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ്. പെർഫെക്ഷൻ ഇൻ അവർ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ. പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാണ് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ആർട്ട്. ഒരു കലയായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ദാറ്റ്സ് ആർട്ടാണ്. ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ പറയാ ഒരു കലയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യാണ്, നമ്മളുടെ വീട്ടിൽ തന്നെ അകത്തുള്ള ഒരു റൂം ഇന്റീരിയർ, അതിന്റെ അകത്തുള്ള ഇന്റീരിയേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യണം. അതൊക്കെ എന്താണ്? പെർഫെക്റ്റ് ക്രിയേറ്റിവിറ്റി ആണ്, നമ്മുടെ ഇമാജിനേഷൻ ആയിട്ടുള്ള റിലേറ്റഡ് ആണ്. അതൊരു ആർട്ടാണ്. അസസിങ് ദ പ്രോഗ്രസ് ഓഫ് അവർ അഡാപ്റ്റേഷൻ. നമ്മുടെ അഡാപ്റ്റേഷൻസ് അസസ് ചെയ്യണം. അത് ഇൻഡിപെൻഡൻസ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ നോക്കും. ദെൻ നമ്മുടെ ഹിസ്റ്ററി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് എപ്പോഴും ഹ്യൂമൻ ബീങ്സിന്റെ വെച്ചിട്ട് നമ്മള് എവിടെയാണോ ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ വിചാരിക്കും. നമ്മൾ ആദ്യം ഇൻഡിപെൻഡന്റ് ആയിരിക്കും, പിന്നെ നമ്മൾ അവരുടെ ആൾക്കാരായിട്ട് അവരുടെ കൾച്ചറായിട്ട് കുറച്ചും കൂടി അഡാപ്റ്റ് ആകും. നമ്മൾ ഈ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാര് പുറം രാജ്യത്തൊക്കെ പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇല്ലേ? പിന്നെ ഇവിടെ ഉള്ളവർക്ക് കൂടുതലും ഭൂരിഭാഗം എൻവേഴ്സും പുറം രാജ്യങ്ങളിലാണ്. സോ അവര് അവിടെ പോയി സെറ്റിൽ ആയപ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. സോ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഏൺ ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്. എന്നാൽ അവർ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഒക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരും നമ്മൾ തമ്മിൽ നല്ലൊരു ബേസിക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പൊ കാനഡയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഇല്ല, അല്ലെങ്കിൽ അവിടുത്തെ ഈ അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കുറെ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. സോ നമ്മൾ എന്തായാലും നമ്മുടെ ഇൻഡിപെൻഡൻസ് അഡാപ്റ്റേഷൻ നമ്മളുടെ കാര്യങ്ങളൊക്കെ അവിടെ ചേർന്ന് അവരുടെ കൾച്ചറായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണ്. സോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ നമ്മൾ അഡാപ്റ്റേഷൻ കൈവരിക്കണം. സോ ഇത് ഹിസ്റ്റോറിക്കൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ജസ്റ്റ് അതൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ നോക്കാം. അതേപോലെ ചാപ്റ്റർ നല്ല രീതിയിൽ റീഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ടെൻഡൻസീസ് ഓഫ് മാൻ വായിച്ചു നോക്കിയിട്ട് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതില് മരിയ മോണ്ടിസോറിയുടെ 14 ടെൻഡൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു കുറച്ച് ടെൻഡൻസീസും കൂടി ഉണ്ടത് നമ്മുടെ ചാപ്റ്ററിൽ ഇല്ലാത്തതാണ്, എന്നാലും നമുക്കത് പഠിക്കണം. അതുകൊണ്ട് ഏകദേശം ഇതൊക്കെ തന്നെയാണ്, സെയിം തന്നെയാണ്. എന്നാലും കുറച്ച് ഞാൻ പറഞ്ഞുതരാം, വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യൂണിറ്റ് ഇത് യൂണിറ്റ് 9 ടെൻഡൻസീസ് ഓഫ് മാൻ. ഓക്കെ, അപ്പോ
ഓക്കെ, ഇനി ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഈ ചാപ്റ്റർ നല്ല രീതിയിൽ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് റീഡ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ചോദിക്കണം. പിന്നെന്താ പറയാൻ വന്നത്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഇതിന്റെ മുന്നെടുത്തത് സൊസൈറ്റി ഓഫ് കോഹിഷൻ അല്ലേ? അതേടാ, അല്ല, മൂവ്മെന്റ്സ് എടുത്തു. 8th യൂണിറ്റ് മൂവ്മെന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കയറിയിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ 2 ക്ലാസ് മിസ്സാണ്. മൂവ്മെന്റ്സ് അല്ലേ? മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ മുന്നേ കോഹിഷൻ എടുത്ത്, അതിന്റെ മുന്നേ എടുത്തത് മാൻ ഓഫ് എൻവിറോൺമെന്റ് അല്ലേ? യൂണിറ്റ് 10. ഞാൻ പറയാം. ആദ്യം ഞാൻ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഞാൻ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തപ്പോ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് 5, സൊസൈറ്റി ഓഫ് കോഹീഷൻ യൂണിറ്റ് 6, പിന്നെ എടുത്തത് മൂവ്മെന്റ്സ് യൂണിറ്റ് 8, പിന്നെ എടുത്തത് 9, ഇപ്പൊ എടുത്തത് തീർത്തത് ടെൻഡൻസീസ് ഓഫ് മാൻ യൂണിറ്റ് 9. അപ്പൊ 4 യൂണിറ്റ് ഞാൻ പാർട്ട് 3 എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ പാർട്ട് 4 കുറച്ച് യൂണിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല നിങ്ങൾക്കത്? എന്തൊക്കെയായിരുന്നു? ഗുഡ് മാനേഴ്സ്, സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, ഏത് ചാപ്റ്റർ ആണ് മിസ്സായി നോക്കിയിട്ട് അതൊന്ന് ആ ക്ലാസ് ഒന്ന് കാണോട്ടാടാ. ഓക്കേടാ, മിസ്സാക്കിയതേ കാണണേ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? പറയട്ടെ. പറഞ്ഞോ ദിവ്യ. If you want to be more powerful in life, educate yourself. ജീവിതം കൂടുതൽ കരുത്തുറ്റതാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അഭ്യസിപ്പിക്കുക. സൈൻ ഔട്ട് ബൈ ദിവ്യ. ഓക്കെ, താങ്ക് യു. ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.